ഈ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 1 കേരളത്തിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമ പുറത്തിറങ്ങി. അതിൻ്റെ പേര് പേട്രിയറ്റ് എന്നാണ്. ആ പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ ഏതാണ്ട് ഒടിയൻ സിനിമയൊക്കെ പോലെ തന്നെ മലയാളികളെല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണനെ നമ്മൾക്കെല്ലാം അറിയാം. അദ്ദേഹം ടേക്ക് ഓഫ് എന്ന് പറയുന്നൊരു നല്ല സിനിമ എടുത്ത ഒരാളാണ്. അത് നല്ല സിനിമയായിരുന്നു. മാലിക് എന്ന് പറയുന്ന സിനിമ ഒരു മോശം സിനിമയായിരുന്നു. അത് ഇതുപോലെ ആളുകളിലേക്ക് പ്രത്യേകമായൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഇത് ഒരു എസ്പിനോഷ്, അതായത് ഒരു ചാരവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കട്ടെ. മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, കാരണം അത് സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ കൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് വരാം. ഈ പേട്രിയറ്റിൻ്റെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ജോയിൻ എന്ന് പറയുന്ന ബട്ടണുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ ലെവൽ 1 മുതൽ ലെവൽ 6 വരെ ഉണ്ട്. ലെവൽ 1-ൽ 179 രൂപയാണ്, ലെവൽ 2-ൽ 359 ആണ്, ലെവൽ 3-ൽ 700+ ആണ്, 700 രൂപയിൽ കൂടുതലാണ്. ഇതെടുത്തത് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകമായ എന്തെങ്കിലും ബെനിഫിറ്റോ പെർക്സോ ഒന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ആകെ ലഭിക്കാൻ പോകുന്ന ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് പറയുന്നൊരു ഗുണം മാത്രമാണ്. പക്ഷേ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമായിരിക്കും നമ്മൾ നടത്തുക. മറ്റ് ബിസിനസ് ഹൗസുകളിൽ നിന്നോ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നോ വീഡിയോകൾ എടുക്കാനും ചാനൽ നടത്താനും വേണ്ടി നമ്മൾ പണമൊന്നും സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി അത് മന്ത്ലി ഉള്ളൊരു സ്കീമായതുകൊണ്ട് ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചിലരുടെ അടുത്ത് മറ്റ് ഡീറ്റെയിൽസ് തരാമോ, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ തന്നെ നിരവധി മെസ്സേജുകൾ കമൻറ്റുകളായിട്ടൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ, നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്നവർ, താല്പര്യമുള്ളവർ, നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർക്കും ഇനി ചെയ്യാൻ കഴിയുന്നവർ ചെയ്താൽ മതി. കഴിയാത്തവർക്കും നിങ്ങളോട് വലിയ സന്തോഷവും സ്നേഹവുമാണ്. നിങ്ങൾ വീഡിയോ കാണുന്നതിലും അതിലെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടുന്നതിലും തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ നിരവധി പേർ ഇതിനകം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, അതിന് വലിയ നന്ദി. മെമ്പർഷിപ്പ് എടുക്കാതെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപോലെ തന്നെ നന്ദി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിൽ ഒരു പേട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ വരാം ഡീറ്റെയിൽസിലൊക്കെ. പക്ഷേ അതിനു മുമ്പ് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഇവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരസ്യവുമായി വിട്ടുള്ള വീഡിയോ. അത് തന്നെ ഒരു 40 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവരൊരു വീടിനകത്തിരുന്ന്, ഒരു ഹോട്ടൽ റൂമാണ്, അതിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അത് തന്നെ കണ്ടപ്പോൾ എനിക്ക് വലിയ നിരാശയായിരുന്നു എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ സിനിമ ഏതാണ്ട് ഒടിയൻ പോലെയൊക്കെ തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയാണ്. കൂടാതെ നമുക്കറിയാം ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാരയുണ്ട്, കൂടാതെ ഗ്രേസ് ആൻ്റണി ഉണ്ട്, അപ്പോൾ രേവതി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ താരനിരയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ 100 കോടി രൂപയുടെ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് ആൻഡോ ജോസഫ് കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. പണം അദ്ദേഹത്തിൻ്റെ അല്ല, പണം പലരിൽ നിന്നൊക്കെ സ്വരൂപിച്ച് അദ്ദേഹം എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സംഭവിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമ കാണാൻ പോയത് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ആ പ്രതീക്ഷ പൂർത്തീകരിച്ചില്ല എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു 40 മിനിറ്റുള്ള പ്രൊമോ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ നിരാശ തോന്നിയിരുന്നു. ആ നിരാശ തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ മഹേഷ് നാരായണനും കുഞ്ചാക്കോ ബോബനും മോഹൻലാലും മമ്മൂട്ടിയും പിന്നെ സുഷിൻ ശ്യാം എന്ന് പറയുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹവും കൂടിയിട്ടാണ് ആ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കടന്നു വന്നത് പ്രകാശ് വർമ്മയാണ്. പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, തുടരും സിനിമയിൽ മോഹൻലാലിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസിലൂടെ നമ്മളെ ഞെട്ടിച്ചൊരാളാണ്. കൂടാതെ അദ്ദേഹം വളരെ മഹാനായിട്ടുള്ളൊരു ആഡ് ഫിലിം ഡയറക്ടറാണ്. എല്ലാ ആഡുകളും തന്നെ വളരെ ഡിഫറൻ്റായി ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹമൊക്കെ ആകെ അടപടലം നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു ഈ പ്രൊമോ വീഡിയോയിൽ. കാരണം അദ്ദേഹം വന്ന് ഈ സിനിമ ഞാൻ കണ്ടു, നിങ്ങളുടെ റോള് കുറഞ്ഞു പോയോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയും അത് പറഞ്ഞ് മനീഷ് നാരായണൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അതിന് ശേഷം ശരിക്കും അതുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അറിയേണ്ടത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അടുത്തൊക്കെ ചെല്ലുകയും അങ്ങനെ ഒരു 20 മിനിറ്റ് ഒരു വേഷം കെട്ടൊക്കെ കാണിക്കുകയും ആ കാണിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഇതൊക്കെ തന്നെ ഞങ്ങൾ ഇയാളെ പറ്റിക്കുകയായിരുന്നു എല്ലാവരും കൂടി, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഈഗോ ഒന്നുമില്ല എന്നൊക്കെ അഭിനയിക്കുകയും അതിനുശേഷം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന ഒരു 40 മിനിറ്റുള്ള പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ഇതുപോലെയുള്ള ചില അഭ്യാസങ്ങളോ ആഭാസങ്ങളോ ആയിരുന്നെങ്കിൽ പിന്നെ അതിനുശേഷം കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ആ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ മമ്മൂട്ടി പറയുന്നൊരു വാചകമുണ്ട്, ഇതൊരിക്കലും നടന്നിട്ടില്ലാത്ത, ഇപ്പോൾ നടക്കാത്ത, ഇനി ഒരിക്കലും നടക്കരുതാത്ത ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
എനിക്കും കൃത്യമായിട്ട് പറയാനുള്ളത് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നടക്കരുതാത്തൊരു സിനിമയായിരുന്നു. സിനിമ ഒരു കാരണവശാലും നമ്മുടെ കാണുന്ന കാണികളുമായിട്ട് ഒരു ഇമോഷണൽ കണക്റ്റും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ പണ്ടൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ തേങ്ങലും വിങ്ങലും ഒക്കെ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പഴയ ലുലു മൈമൂൺ തിയേറ്റർ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടായില്ല. കാരണം അപ്പോഴും അവരുടെ ഹാങ് ഓവർ അതിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായില്ല, ദുഃഖം എന്നുള്ളതാണ് വാസ്തവം. നിരവധി പേർ കരയുന്നത് ഞാൻ കണ്ടു, കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അതുപോലെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന ഒരു അനുഭവമായി മാറണം എന്നുള്ളത് നമുക്ക് ഉണ്ട്. അപ്പോൾ അത് അത്രത്തോളമൊന്നും ഇല്ലെങ്കിലും ചില സിനിമകളിലൊക്കെ നമ്മൾ ആ സിനിമയുടെ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് തന്നെ ഒരു ടെൻഷൻ ഉണ്ടാവും, ദൈവമേ മോഹൻലാൽ പിടിക്കപ്പെടുമോ എന്ന് പറയുന്ന വലിയ സംശയം നമുക്കുണ്ടാവും. ജോർജ് കുട്ടി പിടിക്കപ്പെടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അദ്ദേഹം ഒരു തെറ്റാണ് ചെയ്തെങ്കിൽ പോലും ആ തെറ്റിനെ ന്യായീകരിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട് എന്നുള്ളത് പ്രേക്ഷകരോട് പറയുന്നത് കൊണ്ട് വളരെ ബ്രില്യൻ്റായി അദ്ദേഹം അതിനെ മറികടക്കുന്നതിൽ നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യും. ഇനി ഏറ്റവും ചെറിയ സിനിമകൾ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് ജോജു ജോർജ് എന്ന് പറയുന്ന വളരെ മികച്ച നടൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പണി എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വിശദീകരിക്കാൻ കാരണം ഞാനൊരു ക്ലാസിക് സിനിമയോ അല്ലെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ അരവിന്ദൻ്റെ സിനിമകളോ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളോ ഒന്നും ആയിട്ടല്ല ഇത് കമ്പയർ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ അത്തരം സിനിമകളൊക്കെ നിരന്തരമായി കാണുന്ന, ഷാജിയൻ കരുണിൻ്റെ സ്വമ്മക്കടക്കം നിരവധി സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറഞ്ഞ സാധാരണ പടങ്ങളായിട്ട് കമ്പയർ ചെയ്തില്ല. ഇപ്പോൾ പണി എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം, ജോജു ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിൽ തന്നെ നമുക്ക് ആ കഥാപാത്രത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയും അതിൽ വില്ലനായി മാറുന്ന ആളുകളെ എങ്ങനെ കൊല്ലണമെന്ന് നമുക്ക് പോലും ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ കൊല്ലണം, വളരെ ബുദ്ധിമുട്ടിച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഫീൽ ആളുകളിലേക്ക് പകരാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇത് കൊല്ലുക എന്ന് പറയുന്ന ഒരു സസ്പെൻസ് വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയൊക്കെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ സിനിമയാണ് പണി, പക്ഷെ അതിൽ പോലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഇമോഷണൽ കണക്റ്റ് പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമകൾ പരാജയപ്പെടും. അതുപോലെയുള്ള ഒരു എമ്പുരാൻ ദുരന്തമാണ് ഈ സിനിമ എന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. കാരണം എമ്പുരാൻ സിനിമയിലൊക്കെ തന്നെ ആദ്യത്തെ കുറച്ച് ഷോട്ടുകളൊക്കെ കാണുമ്പോൾ അതിഗംഭീരമാണ്, വലിയ പടമാണ് എന്ന് നമുക്ക് തോന്നുകയും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഈ പറയുന്ന പോലെ ഒരു കഥാപാത്രങ്ങളുടെ ഒരു ലോജിക്കില്ലായ്മയും കെട്ടുറപ്പും അതുപോലെ തന്നെ ആളുകളിലേക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കുകയും ആളുകളെ ഈ കഥയോടൊപ്പം വലിച്ചുകൊണ്ട് പോകാൻ കഴിയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ നിരാശ നമുക്ക് തോന്നുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഷോട്ടുകളും എടുത്തേക്കണതൊക്കെ ഗംഭീരമായിട്ടാണ്. പക്ഷേ ഒരു സംഭവം പോലും വളരെ ക്ലാരിറ്റി, ടെക്നിക്കൽ പെർഫെക്ഷനും എഡിറ്റിങ്ങും ഒക്കെ അറിയുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് വളരെ കൃത്യമായ ആളുകളുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് പലപ്പോഴും ഈ മാലിക് പോലെയുള്ള സിനിമകളിലൊക്കെ തന്നെ മനീഷ് നാരായണന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിൽ മഹേഷ് നാരായണൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നു പറഞ്ഞാൽ ഈ ഒരു വലിയ ചാരവൃത്തി അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് അതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരോട് നമുക്ക് വലിയ അനുഭാവം തോന്നുകയും അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ വലിയ വേദന തോന്നുകയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മുതൽ അവിടെ വലിയ പാളിച്ചകൾ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെ, ഇവരുടെയൊക്കെ ഒരു മേന്മയും ഇവരുടെയൊക്കെ ഒരു ഹീറോയിസം കൊണ്ട് തന്നെ ഈ സിനിമ ഏതാണ്ട് വിജയിച്ചു പോകും എന്ന് പറയുന്ന തോന്നലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർ രണ്ടുപേരും കൂടി, അതായത് മോഹൻലാലും മമ്മൂട്ടിയും കൂടി പിന്നെ ചേർന്നാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കുറേ ഡയലോഗുകൾ, ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ കുറേയെങ്കിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഒരാളാണ്, അത് ഫഹദ് ഫാസിലാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതുപോലെ തന്നെ മറ്റു താരങ്ങളൊക്കെ അഭിനയത്തിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ കഥ തന്നെ വളരെ സ്റ്റോറിയും അതുപോലെ തന്നെ തിരക്കഥയും ഒക്കെ തന്നെ ഒട്ടും തന്നെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ലെവലിലാണ്. കൂടാതെ ഇതിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിട്ടുള്ളത് ഇതിലെ ഫൈറ്റ് സീനുകളാണ്. ഈ ഫൈറ്റ് സീനുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിക്കുന്നത് കാണാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല, കത്തിക്കൂത്തുന്നത് കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. പകരം നിങ്ങൾ അറിയേണ്ടത് ക്യാമറ ഏതാണ്ട് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ സാധാരണ ജെർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവില്ല. പിന്നെ ഒരു ഘട്ടത്തിൽ, ഒരു രംഗത്തിൽ നിങ്ങൾ അറിയേണ്ടത്, മോഹൻലാൽ മറ്റേ റൂഫിലൂടെ എഴുന്നേറ്റ് നിന്നിട്ട് വെടിവെക്കാൻ വേണ്ടി പോകുമ്പോൾ ഈക്വലായി മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ആകെ വയ്യാതിരിക്കുന്ന മമ്മൂട്ടി എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തെ ഡോറ് തുറന്ന് എന്ത് ചെയ്യുന്നു, വെടിവെക്കാൻ വേണ്ടി തോക്കായിട്ട് വരുന്നു എന്നൊക്കെയുള്ള ചില കോമഡികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത്. ഒട്ടും തന്നെ ആളുകൾക്കിത് ഫീലാകാത്ത, കണക്റ്റ് ആകാത്ത
ഒരു കാര്യമായി പോയി എന്നുള്ളത് നിങ്ങളോട് വ്യസനപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. അതാണ് പേട്രിയറ്റ് എന്ന് പറയുന്നത്. സിനിമയൊക്കെ നിങ്ങൾ ആരെങ്കിലും പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. സിനിമ എനിക്ക് തോന്നുന്ന കാശൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം ഇത്രയും നടന്മാരും ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ആദ്യമേ തന്നെ ഇതിൻ്റെ ഓവർസീസ് റൈറ്റും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റും കൂടാതെ ഈ പറഞ്ഞ OTT ഒക്കെ തന്നെ വിറ്റുപോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിറ്റുപോയില്ലെങ്കിലും ഇനി മറ്റു ഭാഷകളിലേക്കൊക്കെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോഴൊക്കെ തന്നെ ഒരു കാശ് കിട്ടിയേക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെയൊക്കെ ഒരു പ്രതിഫലമായിരിക്കും യഥാർത്ഥത്തിൽ ഒരു 50 കോടി 60 കോടി വന്നിട്ടുണ്ടാവുക. ബാക്കി 100 കോടിയൊന്നും ഇപ്പോഴും അതിന് ചിലവായിട്ടുണ്ടോ ഇല്ല എന്നൊക്കെയുള്ളത് സംശയമാണ്. അതവിടെ നിൽക്കട്ടെ. കാരണം ഇവരുടെയൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളെ ആവശ്യം വന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്. അത് നയൻതാരയുടേതാണ്. ഈ നയൻതാരയുടെ കഥാപാത്രം നയൻതാരയെ പോലുള്ള നടിയെ അവിടെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു റിച്ച്നെസ്സിന് വേണ്ടി മാത്രമാണ്. അതെനിക്ക് തോന്നുന്നത് മറ്റ് ഭാഷകളിലേക്ക് കൂടി സിനിമ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമായിരിക്കും അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഫഹദ് ഫാസിലിനെയും അതുപോലെ നയൻതാരയുടെയൊക്കെ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും മറ്റു ഭാഷകളിലേക്ക് കൂടി ഇതിനെ കൊണ്ടുപോകാൻ എൻ്റെ സ്കെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുഞ്ചാക്കോ പോലും ഫഹദും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ മോഹൻലാലിനെ മമ്മൂട്ടിയുടെയൊക്കെ പാത്ര സൃഷ്ടികൾക്ക് തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു നോക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ആകെ ചെയ്തേക്കുന്ന ഒരു കാര്യം, ഒരു മതമൈത്രി കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മുഹമ്മദ് കുട്ടിയായിട്ടുള്ള മമ്മൂട്ടിക്ക് ഡാനിയൽ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്ന ക്രിസ്ത്യൻ പേര് കൊടുക്കുന്നു. അതുപോലെ മോഹൻലാലിന് എന്ത് ചെയ്യുന്നു, റഹീം എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു. അതുപോലെ ഫഹദ് ഫാസിലിന് സത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു പേര് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ചില പേരുകളൊക്കെ വെച്ചിട്ടുള്ള കൊടുത്തുകൊണ്ടുള്ള ഒരു മതമൈത്രി ഇതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചേരുവകളും ഒന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് കരകയറ്റി എടുക്കണമെന്ന് വിചാരിച്ച് എല്ലാം ഇരിക്കട്ടെ, അതായത് എരിവും ഇരിക്കട്ടെ, പുളിയും ഇരിക്കട്ടെ, സ്റ്റണ്ടും ഇരിക്കട്ടെ, പാട്ടും ഇരിക്കട്ടെ, റൊമാൻസും ഇരിക്കട്ടെ, എല്ലാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കൂലേ, അതുപോലെയുള്ള പല പരിപാടികളാണ് കാണിച്ചിട്ടുള്ളത്. അഭിനേതാക്കളൊന്നും മോശമായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 100 കോടിയുടെ സിനിമ എന്നെ നിരാശപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാണുന്ന ആളുകൾ പോയി കണ്ടോളൂ, കാണണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കണ്ടു കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റുകളായി പറയണം. ഞാനിത് മിക്കവാറും എല്ലാം തന്നെ വായിക്കും. കാരണം എൻ്റെ റീഡിങ്ങിൻ്റെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ എന്നുള്ളത് കൂടി മഹാഭൂരിപക്ഷ ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. പിന്നെ ആഘോഷമൊക്കെ നടക്കും എന്ന് പറഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ 100 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്യും. അതിലൊന്നും വലിയ കാര്യമില്ല. കണ്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിരാശരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.